അപ്പനും അമ്മയും മക്കളും ചേർന്നൊരു സ്വർഗം പണിതിടുമ്പോ കൂടെ കൂടുന്നു സ്കൂളും പള്ളിയും നാടും നാട്ടുകാരും. കുസൃതികളുണരും കളിചിരിയായി വളർന്നിടുവിൻ ഉള്ളിൽ സ്നേഹമുള്ളവരായി എന്നും ദൈവ പൈതങ്ങളായി. വീട് ഫെയ്ത്തുവിന്റെ വീട്, വീട് ഫെയ്ത്തുവിന്റെ വീട്. റംബൂട്ടാൻ പറിച്ചു തരുമോ? റംബൂട്ടാനോ? അതൊക്കെ തീർന്നില്ലേ? അല്ല, ഇനിയുണ്ട്. 2 റെഡ് ഉണ്ട്. റെഡ് ആണോ? എന്നാ ഞാൻ പറിച്ചു തരാം. എവിടെയത്? അതാ അവിടെ. ആ എത്തുന്നില്ലല്ലോ. നീ ഒരു സ്റ്റൂൾ എടുത്തുണ്ടോ? ഇത് ചെറുതാ, ഇതിന് ഭയങ്കര കയ്പായിരിക്കും. ഞാനിത് നോളാം. ഞാൻ നിനക്ക് ആ വലുത് തരാം. കയ്പാ. ഞാൻ നിനക്കിത് പൊളിച്ചു തരാം. എനിക്ക് പൊളിക്കാൻ അറിയാം. ചേട്ടാ, ഫെയ്ത്തു, അവിടെ വേറെ ഏതെങ്കിലും റംബൂട്ടാൻ ഉണ്ടോ എന്ന് നോക്കിക്കേ. ചേട്ടാ, എനിക്ക് തന്നില്ലല്ലോ. എനിക്ക് വേണ്ട. പൊട്ട ചേട്ടൻ. എന്നാണ് അവിടെ ഒരു ബഹളം? എന്താ കാണിച്ചു വെച്ചേക്കുന്നേ? കൊച്ചെന്തിനാ കരയുന്നേ? അപ്പ ഇത് നോക്കിക്കേ, എനിക്ക് നാളെ കൊടുക്കുന്ന പ്രോജക്റ്റാ. ഈ ഫെയ്ത്ത് ഇത് കൊളാക്കി. നീ ഇതിട്ടിട്ട് എവിടെ പോയതാ? നന്ദു ചേട്ടൻ എന്റെ റംബൂട്ടാൻ ഫുള്ളും തിന്നു. ആണോടാ നന്ദു? നീ അവക്ക് കൊടുക്കാതെ മുഴുവൻ കഴിച്ചോ? ആകെ 2 ഉണ്ടായിരുന്നുള്ളൂ. ആഹാ, 2 ഉണ്ടായിട്ടാ നീ ഒന്നുപോലും കൊടുക്കാതിരുന്നേ? നന്ദു, നീ ചെയ്ത പോലെ എന്നെ ഫെയ്ത്ത് ചെയ്താൽ നിനക്ക് വിഷമമുണ്ടാവൂലേ? ഫെയ്ത്തുട്ടാ, കൊച്ചെന്തിനാ ചേട്ടായുടെ പ്രോജക്റ്റ് കീറിയേ? എനിക്ക് റംബൂട്ടാൻ കിട്ടില്ല. ആഹാ, റംബൂട്ടാൻ കിട്ടിയില്ല. നമ്മൾ പ്രോജക്റ്റ് കീറുവാണോ ചെയ്യുന്നത്? ചേട്ടാ എത്ര സമയം എടുത്ത് ചെയ്ത പ്രോജക്റ്റ് ആയിരുന്നു. കൊച്ചിന് വേണമെങ്കിൽ വേറെ റംബൂട്ടാൻ വാങ്ങിച്ചു തരുമല്ലായിരുന്നോ? ശരിക്കും മേടിച്ചു തരുവോ? ശരിക്കും വാങ്ങിച്ചു തരുമായിരുന്നല്ലോ. എന്നാ നമുക്ക് ചേട്ടായുടെ പ്രോജക്റ്റ് ചെയ്ത് കൊടുത്താലോ? നമുക്ക് ചാർട്ട് എടുത്തിട്ട് വരാം. വാ പോ. നന്ദു, നീ വന്നേ. മോൻ ചെയ്തത് ശരിയാണോ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. പിന്നെ എന്ത് ചെയ്യണായിരുന്നു? ഷെയർ ചെയ്യണായിരുന്നു. അതാണ്. എന്നാലും പ്രോജക്റ്റ് നമ്മൾ ഉണ്ടാക്കൂലേ? ചാർട്ട് പെട്ടെന്ന് കൊണ്ടുവാ. വാ ഫെയ്ത്തു, പെട്ടെന്ന് വാ. യെസ്, അടിപൊളി. വിതിൻ 24 hours അമ്മ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കും. നമ്മൾ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കും. ഓക്കേ, യെസ്.
വലിയ പ്രതീക്ഷയോടെയാണ് കുഞ്ഞു ഫെയ്ത്തു 2 പഴുത്ത റംബൂട്ടാൻ കണ്ടുപിടിക്കുന്നതും അത് കിട്ടുന്നതിനായി ചേട്ടായുടെ സഹായം തേടുന്നതും. എന്നാൽ അവൾ പറ്റിക്കപ്പെട്ടു. അതിന്റെ വിഷമവും സങ്കടവും ദേഷ്യവും ഒക്കെ അവൾ പ്രകടിപ്പിച്ചത് ചേട്ടായി ചെയ്തു വെച്ച ആ വർക്ക് വലിച്ചു കീറിക്കൊണ്ടാണ്. വലിയ പ്രശ്നം സൃഷ്ടിക്കാമായിരുന്ന ആ ഒരു സാഹചര്യത്തെ വളരെ മാതൃകാപരമായ രീതിയിൽ അവരുടെ മാതാപിതാക്കൾ കൈകാര്യം ചെയ്തത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ മാറ്റി ചേർത്ത് നിർത്തിക്കൊണ്ട് അവർ ചെയ്ത തെറ്റ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഫെയ്ത്തുവിനെ അമ്മ മാറ്റി ചേർത്ത് നിർത്തിക്കൊണ്ട് അവൾ ചെയ്ത തെറ്റ് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അതോടൊപ്പം അതിന് പരിഹാരം ചെയ്യുന്നതിനായി ആ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നന്ദുവിനെ പപ്പ മാറ്റി ചേർത്ത് നിർത്തി അവൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി കൊടുക്കുകയും അതോടൊപ്പം പങ്കുവയ്ക്കലിന്റെ മഹാത്മ്യം ആ മകന് അപ്പൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ തെറ്റു ചെയ്യുമ്പോൾ അവരെ ശകാരിച്ച് വഴക്കു പറഞ്ഞ് അവരെ ശിക്ഷിക്കുന്നതിലല്ല, മറിച്ച് സ്നേഹത്തോടെ അവർ ചെയ്ത തെറ്റ് എന്തെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിലാണ് മാതാപിതാക്കളുടെ വിജയം. ഈശോ അനുഗ്രഹിക്കട്ടെ. വീട് അപ്പനും അമ്മയും മക്കളും ചേർന്നൊരു സ്വർഗം പണിതിടുമ്പോൾ കൂടെ കൂടുന്നു സ്കൂളും പള്ളിയും നാടും നാട്ടുകാരും. കുസൃതികളുണരും കളിചിരിയായി വളർന്നിടുവിൻ ഉള്ളിൽ സ്നേഹമുള്ളവരായി എന്നും ദൈവ പൈതങ്ങളായി.